ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു പൂന്താനം തിരുമേനി. മക്കളില്ലാതിരുന്ന പൂന്താനം തിരുമേനി തൻ്റെ മകനായി കണ്ട് സ്നേഹിച്ചിരുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ ആയിരുന്നു. പൂന്താനം തിരുമേനിക്ക് ഭാഗവതത്തിൽ വലിയ പരിജ്ഞാനം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പലരും ഭാഗവതം വായിക്കുന്നത് കേട്ട് ഭാഗവതത്തിലെ ഏത് ഭാഗം വായിച്ചും അർത്ഥം പറയാൻ അറിയുമായിരുന്നു. പൂന്താനം തിരുമേനി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരുന്നു. ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പണ്ഡിതൻ ഭാഗവതം വായിക്കാനും പൂന്താനം തിരുമേനി അർത്ഥം പറയാനും തുടങ്ങി. ഭാഗവതം വായിക്കുന്നത് കേൾക്കാൻ പണ്ഡിതന്മാരും ജനങ്ങളും ഒത്തുകൂടി. അന്ന് രുക്മിണി സ്വയംവരമാണ് വായിച്ചത്. ശ്ലോകാർത്ഥം നോക്കാതെയാണ് പൂന്താനം തിരുമേനി അർത്ഥം പറഞ്ഞത്. രുക്മിണി കൃഷ്ണൻ്റെ അടുത്തേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയച്ച ഭാഗം വർണ്ണിച്ചപ്പോൾ അദ്ദേഹം രുക്മിണി തൻ്റെ എല്ലാ വിഷമവും എഴുതി ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തയച്ചു എന്ന് പറഞ്ഞു. എഴുത്തിൻ്റെ കാര്യം ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഒരു പണ്ഡിതൻ ഏത് ശ്ലോകത്തിലാണ് എഴുത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ച് പൂന്താനം തിരുമേനിയെ കളിയാക്കി. മറുപടി പറയാനാകാതെ പൂന്താനം തിരുമേനി വിഷമിച്ചു. അപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും കണ്ണൻ പറഞ്ഞു, എഴുത്ത് തന്നിട്ടില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബ്രാഹ്മണൻ രുക്മിണിയുടെ ഒരു എഴുത്തുകൂടി കൊണ്ടുവന്നിരുന്നു. ഈ ശബ്ദം അവിടെയുള്ള എല്ലാവരും കേട്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ പണ്ഡിതൻ പൂന്താനം തിരുമേനിയോട് മാപ്പ് ചോദിച്ചു. ഈ കഥകളെല്ലാം ഇല്ലത്തെ പൂന്താനം തിരുമേനിയുടെ ഭാര്യ അറിഞ്ഞു. അവർക്കൊരാഗ്രഹം, ഇല്ലത്തൊരു ഭാഗവത സപ്താഹം നടത്തണം. പൂന്താനം തിരുമേനി അർത്ഥം പറയുന്നത് കേൾക്കണം. ഭാര്യ തൻ്റെ ആഗ്രഹം പൂന്താനം തിരുമേനിയെ അറിയിച്ചു. അപ്പോൾ പൂന്താനം തിരുമേനി മറുപടി പറഞ്ഞു, 7 ദിവസം നീണ്ടു നിൽക്കുന്ന വായനയ്ക്ക് ചിലവുണ്ട്. വായിക്കാൻ ആളെ കിട്ടണം, പിന്നെ അവർക്ക് ദക്ഷിണ നൽകണം, പിന്നെ വരുന്നവർക്ക് ഭക്ഷണവും നൽകണം. അപ്പോൾ പൂന്താനം തിരുമേനിയുടെ ഭാര്യ മറുപടി പറഞ്ഞു, കുറച്ച് പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ആ സമയം ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പത്നിയും ഇല്ലത്തെത്തി. പാരായണത്തെ പറ്റി കേട്ട് വന്നതാണെന്നും അത്യാവശ്യം പാരായണം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വായിക്കാമെന്നും ആ ബ്രാഹ്മണൻ പറഞ്ഞു. അങ്ങനെ നിശ്ചയിച്ച ദിവസം തന്നെ ഇല്ലത്ത് പാരായണം തുടങ്ങി. ആ ബ്രാഹ്മണൻ ഭാഗവതം വായിക്കാനും പൂന്താനം തിരുമേനി അർത്ഥം പറയാനും തുടങ്ങി. ഇത് കേട്ട് എല്ലാ ആളുകൾക്കും വളരെ സന്തോഷമായി. എന്നും ഉച്ചയ്ക്ക് പൂന്താനം തിരുമേനിയുടെ ഭാര്യ ആളുകൾക്ക് ഭക്ഷണം നൽകി. അങ്ങനെ അവസാന ദിവസം പാരായണമെല്ലാം ഭംഗിയായി കഴിഞ്ഞു. പൂന്താനം തിരുമേനി തൻ്റെ ഭാര്യയെ നോക്കിയപ്പോൾ അവിടെ എങ്ങും കണ്ടില്ല. ഏറെ നേരം നോക്കിയതിനു ശേഷം പൂജാമുറിയിൽ ഇരുന്ന് കരയുന്ന ഭാര്യയെ പൂന്താനം തിരുമേനി കണ്ടു. പൂന്താനം തിരുമേനി കാര്യം തിരക്കിയപ്പോൾ ഇന്ന് ഉച്ചഭക്ഷണത്തിന് നൽകാനായി ഒന്നും തന്നെ ഇല്ലെന്ന് ഭാര്യ പറഞ്ഞു. ഇത് കേട്ട് പൂന്താനം തിരുമേനി വേഗം കണ്ണനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അകത്തേക്ക് എന്നും പാരായണം കേൾക്കാൻ വന്ന 2 ദമ്പതികൾ വന്നു. ഇത്രയും നല്ല പാരായണം ഞാൻ എവിടെയും കേട്ടിട്ടില്ല എന്നും അതുകൊണ്ട് ഇന്നത്തെ അന്നദാനം ഞാൻ നടത്തട്ടെ എന്നും എതിരൊന്നും പറയരുതെന്നും അവർ പൂന്താനം തിരുമേനിയോട് ആവശ്യപ്പെട്ടു. പാരായണം ചെയ്ത ആൾക്കുള്ള ദക്ഷിണയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പുറത്തു വന്ന് ദക്ഷിണ നൽകിയ ശേഷം അവർ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. എന്നിട്ട് അവസാനം പൂന്താനം തിരുമേനിക്കും ഭാര്യയ്ക്കും ഭക്ഷണം വിളമ്പി. അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനം തിരുമേനി ഒരു സ്വപ്നം കണ്ടു. പാരായണത്തിനായി വന്ന ദമ്പതികൾ ശിവപാർവതിമാർ ആയിരുന്നു. അന്നദാനം നടത്തിയ ദമ്പതികൾ രാധാസമേതനായ സാക്ഷാത് ശ്രീകൃഷ്ണനുമായിരുന്നു. ഇതാണ് ഇന്നത്തെ കഥ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.